അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഇനി വെറും പാഠങ്ങളുടെ തദ്രീബാത്രം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം അഫ്ളലു ദിക്ർ. പണക്കാർ കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്നു. ഞങ്ങളെപ്പോലെ അവർ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അതോടൊപ്പം അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എല്ലാ നിസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുക. എങ്കിൽ സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും. നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാത്ത മറ്റൊന്നും തടസ്സമാവില്ല. ഏതൊക്കെയാണ് നിസ്കാരശേഷമുള്ള ദിക്റുകൾ? ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ജാബിർ ഉപ്പയോട് ചോദിച്ചു. ദിക്റുകൾ എഴുതിയ പുസ്തകത്തിലെ നിസ്കാരശേഷമുള്ള ദിക്റുകൾ എന്ന അധ്യായം ഉപ്പ ജാബിറിന് കാണിച്ചു കൊടുത്തു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ. അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഖതീഅത്തിൻ വഅതൂബു ഇലൈഹി വഅസ്അലുഹു തൗബ അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാമി വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ സൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം. അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം. അല്ലാഹു അക്ബർ 33 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം. സുബ്ഹിനും മഗ്രിബിനും ശേഷം താഴെ കാണുന്ന ദിക്റുകൾ കൂടി ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനൻ നാർ 7 പ്രാവശ്യം. ഇതെല്ലാം നീ മനഃപ്പാടമാക്കണം, ഉപ്പ പറഞ്ഞു. ജാബിർ ദിക്റുകൾ മനഃപ്പാടമാക്കാൻ തുടങ്ങി. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് മീസാനിനെ നിറയ്ക്കും. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. അവരുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു ആ സന്ദർഭം വ്യക്തമാക്കാം. പണക്കാർ കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്നു. ഞങ്ങളെപ്പോലെ അവരും നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അതോടൊപ്പം
അവർ ദാനധർമ്മങ്ങളും ചെയ്യുന്നു എന്ന് പാവപ്പെട്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയാണിത്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുറത്തിബ്, ക്രമത്തിലാക്കി എഴുതാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ച ദിക്റുകൾ നമുക്കിവിടെ ക്രമം തെറ്റിക്കൊടുത്തിരിക്കുന്നു. ഓരോന്നിൻ്റെയും മുകളിൽ നമ്പർ ഇട്ട് അതിനുശേഷം ക്രമത്തിലാക്കി എഴുതാം. ഈ കൊടുത്തിരിക്കുന്നത് ആദ്യം നമുക്കൊന്ന് വായിക്കാം. അല്ലാഹുമ്മ അൻതസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം യാ ദൽ ജലാലി വൽ ഇക്റാം വമിൻകസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം വഇലൈക യർജിഉസ്സലാം തബാരക്ത റബ്ബനാ വതആലൈത. ഇതിൽ ഏതാണ് ആദ്യം വര? അല്ലാഹുമ്മ അൻതസ്സലാം. രണ്ടാമതേതാണ് വമിൻകസ്സലാം. മൂന്നാമത് വഇലൈക യർജിഉസ്സലാം. നാലാമത് ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അഞ്ചാമത് വഅദ്ഖിൽനാ ദാറസ്സലാം. ആറാമത് തബാരക്ത റബ്ബനാ വതആലൈത. അവസാനം യാ ദൽ ജലാലി വൽ ഇക്റാം. നമുക്കിപ്പോൾ ചേർത്ത് എഴുതാം. അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാരക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി രണ്ടാമത്തെ നോക്കൂ. വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദുൽ ജദ്ദി മിൻകൽ ജദ്ദ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വലാ റാദ്ദ ലിമാ ഖളൈത വശുക്രിക വഹുസ്നി ഇബാദതിക വലാ മുബദ്ദില ലിമാ ഹകംത. ആദ്യം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. രണ്ടാമത് വലാ മുഅ്തിയ ലിമാ മനഅത. മൂന്നാമത് വലാ റാദ്ദ ലിമാ ഖളൈത. നാലാമത് വലാ മുബദ്ദില ലിമാ ഹകംത. അഞ്ചാമത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ആറാമത് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക. അവസാനം വശുക്രിക വഹുസ്നി ഇബാദതിക. നമുക്കിപ്പോൾ ക്രമത്തിലാക്കി എഴുതാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, പണക്കാർക്ക് ദാനധർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന പ്രതിഫലം കിട്ടാൻ പാവപ്പെട്ട സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശം എന്ത്? ഉത്തരം, എല്ലാ നിസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുക. എങ്കിൽ സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി. 2. നിസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലുന്നതിനുള്ള പ്രതിഫലം വിവരിക്കുക. എല്ലാ നിസ്കാര ശേഷവും ദിക്റുകൾ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും. നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമാവില്ല. 3. ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? ആയത്തിന്റെ നമ്പർ എഴുതുക. ഉത്തരം, സൂറത്തുൽ ബഖറയിൽ 255 ആയത്ത്. 4. ചോദ്യം, സുബ്ഹിന് ശേഷവും മഗ്രിബിന് ശേഷവും ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകൾ ഏതെല്ലാം? ഉത്തരം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം. തദ്രീബാത്തിൽ 4. പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥമെഴുതാനുള്ളതാണ്. 1. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. 2. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. 3. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. 4. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ. 5.
ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധനയില്ല. ആറാമത് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം തഖ്സീസ്. 1. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഞാൻ ഇവിടെ കാണിക്കുന്നത് കൂട്ടുകാർ ചാർട്ടിൽ ബോക്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ വലുതായി ഹെഡിങ് എഴുതുക. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ഇതാണ് ഹെഡിങ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ, അൽ ഖദീം അൽ കരീം അർ റഹീം, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി വ അസ്അലുഹു തൗബ, അല്ലാഹുമ്മ അൻതസ്സലാമു വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം, ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ദാറസ്സലാം, തബാരക്ത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, യഅലമു മാ ബൈന ഐദിഹിം വ മാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, വസിയ കുർസിയ്യുഹു സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം. സുബ്ഹിനും മഗ്രിബിനും ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനൻ നാർ 7 പ്രാവശ്യം. തഖ്സീസിൽ രണ്ടാമത്തത് നിസ്കാരത്തിനു ശേഷമുള്ള ദിക്റുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതെല്ലാം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടുകാർ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.